നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതൊരു പ്രതികരണം നടത്തി. 2 കാലും കുത്തി നടക്കാൻ കഴിയുന്നിടത്തോളം കാലം ഞാൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളൊരു പ്രസ്താവനയാണ് നടത്തിയത്. എന്നാൽ ചില മാധ്യമങ്ങളിലെ ടൈറ്റിലുകൾ വന്നത് 2 കാലും കുത്തി നടക്കാൻ കഴിയുന്നിടത്തോളം കാലം ഞാൻ ആ ശീലം തുടരുമെന്നാണ്. അപ്പോൾ ഇത് കണ്ട് എല്ലാവരും വാർത്തകൾ നോക്കാൻ ചാടിക്കയറുന്നു. അതിന്റെ താഴെ ചില കമന്റുകൾ വരുന്നത് എന്ത് ഗർഭം ഉണ്ടാക്കുന്നതാണോ ആ ശീലമെന്നാണോ എന്നൊക്കെ ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ മാധ്യമങ്ങൾക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം മാത്രം കത്തിച്ചു നിർത്താനുള്ള ഒരു വ്യഗ്രതയാണ് കാണാൻ സാധിക്കുന്നത്. ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ കോൺഗ്രസിന് അടിക്കാൻ മറ്റ് സാധനങ്ങളൊന്നും കിട്ടുന്നില്ല. സാറിന് ഈ കോൺഗ്രസിലുള്ളൊരു പ്രശ്നം ഗ്രൂപ്പ് വഴക്ക്. ഇപ്പോൾ കുറേ കാലമായി ഗ്രൂപ്പ് വഴക്കിന് തൻ്റെ ഇടമുള്ള നേതാക്കളൊന്നുമില്ല. പണ്ട് അതികായന്മാരായ ഉമ്മൻചാണ്ടി, കെ കരുണാകരൻ, പിന്നീട് ഉമ്മൻചാണ്ടിക്ക് മുമ്പാണെങ്കിൽ AK ആൻ്റണി, അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ കേരളം നിറഞ്ഞു നിന്ന അതികായന്മാരുണ്ട് കോൺഗ്രസിൽ വലിയ നേതാക്കളായിട്ട്. ഇപ്പോൾ അങ്ങനെ വലിയ നേതാക്കന്മാരൊന്നുമില്ല. അതിനിടയിലാണ് ഷാഫിയെ പോലെ ചില ബിരുദന്മാരെ തലപൊക്കാൻ തുടങ്ങിയത്. ഇത് വലിയ കോൺഗ്രസ്സിലെ കൊടികെട്ടിയ പഴയ നേതാക്കൾക്കൊന്നും അത്ര പിടിക്കുന്നില്ല. ഇതിനിടയിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള താരങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തലപൊക്കി വിടർന്ന് ആടാൻ തുടങ്ങിയത്. ഇതും അവരെയൊക്കെ അലോസരപ്പെടുത്തിയിരുന്നു. പിന്നെ മാധ്യമങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ ഭൂരിപക്ഷ മാധ്യമങ്ങളും പ്രത്യക്ഷത്തിൽ സർക്കാരിനെയൊക്കെ വിമർശിക്കും എങ്കിലും അതിൻ്റെ ഒരു പൊതു സ്ട്രക്ചർ ഒരു ഇടതുപക്ഷ മനോഭാവമാണ്. നമുക്കറിയാം ആ ഒരു 70s 80s ഒരു ആളുകൾ, ഒരു ജേർണലിസ്റ്റ് ഗ്രൂപ്പ്, അവരാണ് ഇന്ന് പൊതുവെ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ ഉള്ളിൽ അന്തർലീനമായ ഒരു പഴയ ഒരു ഇടതുപക്ഷ ചിന്താഗതിയുണ്ട്. കാരണം ജേർണലിസത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിലൊരു വിപ്ലവം വേണം, അതിലൊരു പോരാട്ടത്തിൻ്റെ ഒരു എലമെൻറ്റ് വേണം. അപ്പോൾ ചോരച്ചാലുകൾ നീന്തിക്കയറിയ ആ ഒരു ചരിത്രമൊക്കെ പറയുന്ന ഒട്ടനവധി ആളുകളുണ്ട്. ഇപ്പോൾ ഒരു പുതിയ റൈറ്റ് വിങ്ങിൻ്റെ ഉദയമുണ്ട്. നമുക്കൊരു വശത്ത് അത് കാണാം, മറുവശത്ത് നിൽക്കുന്ന ലെഫ്റ്റ് വിങ്. റൈറ്റ് വിങ്ങിൻ്റെ കുറേയേറെ സ്പേസ് പിടിച്ചുകൊണ്ടാണ് കാലങ്ങളായി ഇവിടെ കോൺഗ്രസ് ഉൾപ്പെടുന്ന UDF മുന്നണി നിലകൊണ്ടത്. അന്നൊരു മൃദു സമീപനം സ്വീകരിക്കുന്ന ജേർണലിസ്റ്റുകൾ പൊതുവെ കോൺഗ്രസിനെ UDFന് അനുകൂലിക്കുന്നു. എന്നാൽ മനസ്സിൽ വിപ്ലവ ചിന്തകൾ പേരുന്ന ഒട്ടനവധി ജേർണലിസ്റ്റുകളുണ്ട്. ആ ഒരു കാലഘട്ടത്തിന് ശേഷം ഇപ്പോൾ 2 തലത്തിലാണ് നമുക്ക് മാധ്യമങ്ങളെ വിലയിരുത്തേണ്ടത്. ഒന്ന്, ഇത്തരം വിപ്ലവ ചിന്തകളുള്ള, അത്തരം വിപ്ലവ രക്തമുള്ള ആളുകൾ നിയന്ത്രിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾ. മറുവശത്തൊരു പുത്തൻകൂറ്റ് മുതലാളിമാർ ഉയർന്നു വന്നിട്ടുണ്ട്. അവരൊക്കെ തങ്ങളുടെ ബിസിനസ്സിനെ ഈ ചാനലുകൾ ഒരു മറയാക്കി പിടിക്കുകയാണ്. അവർക്ക് ബിസിനസ് ലോകം നിയന്ത്രിക്കണമെങ്കിൽ സർക്കാരിൻ്റെ പിന്തുണ വേണം. അപ്പോൾ പെട്ടെന്ന് പണക്കാരായവർ, എവിടെ നിന്നൊക്കെയോ പെട്ടെന്ന് പൊട്ടിമുളച്ചവർ. കേരളത്തിലെ ചില ചാനലുകളുടെ ചരിത്രം എടുത്താൽ അതിനൊന്നും വലിയ ആയുസ്, നമുക്ക് വലിയ ഒരു പാരമ്പര്യമൊന്നും അവകാശപ്പെടാൻ കഴിയില്ല. മനോരമ അറച്ചു നിന്നപ്പോൾ പെട്ടെന്ന് ഏഷ്യാനെറ്റ് ഇങ്ങോട്ടേക്ക് ഉദയം ചെയ്തു. പിന്നീട് മാതൃഭൂമി ഒട്ടൊന്ന് അറച്ചു നിന്നപ്പോൾ ഇതിനിടയിൽ മനോരമയ്ക്കും മാതൃഭൂമിക്കുമൊക്കെ ഒപ്പം 24 ന്യൂസ്, ഏറ്റവും ഒടുവിൽ, എല്ലാറ്റിനും ഒടുവിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു പുതിയ മാനേജ്മെൻറ്റ്. അങ്ങനെ ഓരോരുത്തർ തങ്ങളുടെ ന്യൂസിൻ്റെ ഇടവല്ല, പൊളിറ്റിക്കൽ ഇടവാണ് കണ്ടെത്തിയത്. ഏഷ്യാനെറ്റ് ഏറെക്കുറെ ഒരു ലെഫ്റ്റ് വിങ് പൂർണ്ണമായും പാലിച്ചുകൊണ്ടുള്ള മാധ്യമ പ്രവർത്തനമായിരുന്നു അവർ തുടക്കത്തിലൊക്കെ നടത്തിയത്. കാരണം UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കടുത്ത ആക്രമണങ്ങളാണ് അവർ തുടർന്നത്. പക്ഷെ പിന്നീട് ഏഷ്യാനെറ്റിൻ്റെ പരിപൂർണ നിയന്ത്രണം ഇപ്പോൾ നമുക്കറിയാവുന്നൊരു BJP നേതാവിൻ്റെ കയ്യിലേക്ക് പോകുന്നു. പക്ഷെ എങ്കിലും അവർ ഏറെക്കുറെ ഒരു ഭരണവിരുദ്ധത അവരുടെ മുഖമുദ്രയാകുന്നു. ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രത്യേകത, അതിൽ ഒരുപാട് വ്യക്തികളുടെ ഒന്നും ഇടപെടലല്ല. ഇപ്പോൾ വിനു ബി ജോണിനെ പോലെ നല്ല പ്രഗത്ഭരായ മാധ്യമപ്രവർത്തകർ കടുത്ത സർക്കാർ വിമർശകരാണ്. ഇപ്പോൾ ഇടതുപക്ഷം അവരെ ആക്രമിക്കുമ്പോൾ അവരുടെ വാക്കുകൾക്ക് മൂർച്ച കൂടും. എന്നാൽ മറുവശത്ത് 24 അല്ലെങ്കിൽ റിപ്പോർട്ടർ, ഇങ്ങനെയുള്ള ചാനലുകളിലൊക്കെ നമ്മൾ ചരിത്രമെടുക്കുമ്പോൾ അവർ പൊതുവേ ഒരു ഇടതുപക്ഷ സമീപനം സ്വീകരിക്കുന്നവർ, സർക്കാരിനെ പാടി പുകഴ്ത്തുന്നവരാണ്. അവർക്കിടയിൽ വലിയ മത്സരമുണ്ട്. കാരണം ഈ ബാർക്ക് റേറ്റിംഗ്, എക്സ്ക്ലൂസീവായിട്ടുള്ള വാർത്തകൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വലിയ ട്രെൻഡ് ചേഞ്ച് ഉണ്ട്. പണ്ടൊക്കെ സർക്കാരിൻ്റെ അഴിമതി റിസർച്ച് ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അത് വലിയ ബോംബ് ബ്ലാസ്റ്റായിട്ട് അവതരിപ്പിക്കുന്ന ഒരു ശൈലി ജേർണലിസത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ ആ ശൈലി അത്ര കണ്ട ആളുകൾ പയറ്റുന്നില്ല. 2 കാരണമുണ്ട്. ഒന്ന്, അതിനാരും മെനക്കെടുന്നില്ല. പിന്നെ ഒന്ന്, എന്തിനാണ് വെറുതെ സർക്കാരിനെ ശത്രുവാക്കുന്നത്? ഈ സർക്കാരിൽ നിന്ന് കുറച്ച് പരസ്യമൊക്കെ എല്ലാവർക്കും കിട്ടും, അതൊക്കെ എന്തിനാണ് ഇല്ലാതാക്കുന്നത്? 3, എത്ര കഷ്ടപ്പെട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു എക്സ്ക്ലൂസീവ് വാർത്തയായാലും അതിന് മിനിറ്റുകളുടെ ആയുസ്യമുള്ളൂ. അപ്പോഴേക്കും മറ്റ് മാധ്യമങ്ങൾ കുത്തിപ്പറിച്ച് നശിപ്പിക്കും.
അപ്പോൾ അങ്ങനെ എക്സ്ക്ലൂസീവ് വാർത്തകൾക്ക് വലിയൊരു പ്രാധാന്യവുമില്ല. ഈ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. അതാണ് കേരളത്തിൻ്റെ ഒരു മാധ്യമങ്ങളുടെ ഒരു പശ്ചാത്തലം. ഇവിടെ പൊതു പശ്ചാത്തലം ഇതാണെങ്കിലും മറുവശത്ത് വലിയൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടക്കുന്നുണ്ട്. 10 വർഷം ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടി ഭരണകൂടം, അവരെ സംബന്ധിച്ച് അവർക്ക് വലിയ നെറ്റ്വർക്കുകളുണ്ട്, അവർക്ക് വലിയ വരുമാനമുള്ള പാർട്ടിയാണ്. അതിനുവേണ്ട സോഷ്യൽ എഞ്ചിനീയറിംഗ് ടീമുണ്ട്. ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് ടീമിൻ്റെ ജോലി എന്താണ്? ഞാൻ ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് ടീമിൻ്റെ ഒരു ഭാഗമായി പ്രവർത്തിക്കുന്നുവെങ്കിൽ എൻ്റെ ദൗത്യമെന്ന് പറയുന്നത് 2 പത്രക്കാരെ സ്വാധീനിക്കുക എന്നതായിരിക്കാം. ഞാൻ ആ പത്രക്കാരെ വിളിക്കുക, അവരെ സൽക്കരിക്കുക, അവർക്കൊപ്പം എൻ്റെ സമയം ചെലവഴിക്കുക, അവർക്ക് പാരിതോഷികങ്ങൾ കൊടുക്കുക. അങ്ങനെ സർക്കാരിൻ്റെ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നായകസ്ഥാനത്തിരിക്കുന്നവരെ പാടിപ്പുകഴ്ത്തലുകൾ, ഇവ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ പത്രക്കാരിലൂടെ സാധ്യമാക്കാൻ കഴിയും. അപ്പോൾ അതിൻ്റെ പ്രസരണം നമ്മൾ അറിയില്ല, അത് പല മേഖലകളിലേക്ക് വ്യാപിക്കും. സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ മറുവശം സമൂഹ മാധ്യമങ്ങളുടെ ഒരു നിയന്ത്രണമാണ്. ഏതെങ്കിലും ഒരു സ്ഫോടനാത്മക വിഷയങ്ങൾ ഇട്ടുകൊടുക്കുക, അത് കത്തിയാലും ഇല്ലെങ്കിലും അടുത്തത് ഇട്ടുകൊടുക്കുക, അങ്ങനെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുക, അതിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ സോഷ്യൽ എഞ്ചിനീയറിങ്ങിന് വേണ്ടി പ്രത്യേക സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളുണ്ട്. അതിലേറ്റവും മുന്നിൽ നിൽക്കുന്നത് CPM ആണ്. CPMൻ്റെ ഈ സൈബർ സഖാക്കൾക്ക് അധികം ആലോചിക്കാതെ എന്തെങ്കിലുമൊക്കെ കമൻ്റ് എഴുതുന്നവരെ. പക്ഷേ അതിനപ്പുറം ഒരു 12,000 ആളുകൾ ഉൾപ്പെടുന്ന വലിയൊരു സോഷ്യൽ മീഡിയ ടീം അവർക്കുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ പല തലത്തിൽ മുഖമില്ലാതെയാണ്. അപ്പോൾ വലിയൊരു സാമൂഹിക ചുറ്റുപാടിൻ്റെ നടുക്കടലില്ല നമ്മൾ നിൽക്കുന്നത്. പുറമേക്ക് നോക്കിയാൽ ഇതൊന്നും ആർക്കും മനസ്സിലാവില്ല. പക്ഷേ ഇതിനിടയിൽ നിന്നാണ് ഓരോ ദിവസവും ഇങ്ങനെ ഓരോ ഉൽക്കകൾ പോലെ ഓരോ സാധനങ്ങൾ പെട്ടെന്ന് പ്രത്യക്ഷമാകുന്നത്, അല്ലെങ്കിൽ വലിയ ഭൂകമ്പങ്ങൾ പോലെ പൊട്ടിത്തെറികൾ, സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത്. ഈ കഴിഞ്ഞ ദിവസത്തെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ 2ാം എപ്പിസോഡ് നമ്മളിവിടെ വേണം പശ്ചാത്തലമാക്കി ചിന്തിക്കാൻ. അപ്പോൾ ഈ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ 2ാം ഗർഭക്കഥ അത് പുറത്തേക്ക് വരുമ്പോൾ ആ വാർത്തകൾ പറയുന്ന ചാനലുകൾ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ 2-3 ചാനലുകൾ അന്ന് ശ്രദ്ധിച്ചു. അവരുടെ വേർഡിങ്സ് സെയിമാണ്. ആ ശബ്ദരേഖയെക്കുറിച്ച്, ആ വാട്സാപ്പ് ചാറ്റിനെക്കുറിച്ച്. അപ്പോൾ ആരോ എഴുതി തയ്യാറാക്കി കൊടുത്തത് ഇവർ കൃത്യമായി പറയുന്നത് പോലെ അവർ അവതരിപ്പിക്കുന്നു. അപ്പോൾ അതിനൊരു ആസൂത്രിത ഭാവമുണ്ട്, ഒരു ഗൂഢാലോചനയുടെ വലിയൊരു എലമെൻ്റുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എവിടെ നിന്ന് ഉത്ഭവിച്ചു ഇന്നും ആർക്കും അറിയില്ലല്ലോ. കേരളത്തിൽ യഥാർത്ഥ മാധ്യമപ്രവർത്തനമാണ് നടക്കുന്നതെങ്കിൽ ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ ഈ ശബ്ദരേഖ എവിടെ നിന്ന് കിട്ടി? തിരുവനന്തപുരത്ത് നിന്ന്, അല്ലെങ്കിൽ അവർക്ക് യുവതിയുടെ പേരും ഐഡൻറ്റിറ്റി മാത്രം വെളിപ്പെടുത്തണ്ട, ബാക്കിയെല്ലാം വെളിപ്പെടുത്താമല്ലോ. അല്ലെങ്കിൽ ആ യുവതിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന് അയച്ചു കൊടുത്ത ഒരു ശബ്ദരേഖയാണ്, അല്ലെങ്കിൽ യുവതി ഇന്ന ദിവസം റെക്കോർഡ് ചെയ്ത ശബ്ദരേഖയാണ്, അല്ലെങ്കിൽ ആ യുവതി ഇന്ന സാഹചര്യത്തിൽ റെക്കോർഡ് ചെയ്ത ഒരു ശബ്ദരേഖയാണ്. അപ്പോൾ അതിന് ആധികാരികതയില്ല. ആധികാരികത അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഇവരാരും മെനക്കെടുന്നില്ല. പകരം ഇതൊരു പ്രചരണം ആയുധമാക്കി മാറ്റുകയാണ്. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് തൊട്ടുമുന്നിൽ നിൽക്കുന്നു. ഒരു കൊടുങ്കാറ്റ് പോലെ സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണം ആളിക്കത്തുന്നു. അപ്പോൾ അതിനെ ഏതെങ്കിലും തലത്തിൽ വെള്ളമൊഴിച്ച് ഇല്ലാതാക്കാൻ, പെട്ടെന്ന് ജനശ്രദ്ധ മാറ്റാൻ ഇത്തരം ഗർഭബോംബുകൾ ഉപയോഗിക്കുന്നു. ഇതൊരു പഴയ ഭാഷനാണ്. ഇതിൽ ആദ്യ ദിവസം മാപ്രകൾ വീണുപോയി. എല്ലാ മലയാള ചാനലുകളും അട്ടപടലം വീണു. കാരണം എന്തോ മഹാസംഭവം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള തലത്തിൽ മാധ്യമങ്ങളെ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ആദ്യം സ്വാധീനിച്ചു. ഈ പ്രോഡക്റ്റ് ഇട്ടുകൊടുത്തു. ഒരുപക്ഷെ ന്യൂസ് 18 ആയിരിക്കും ആദ്യം ബ്രേക്കിംഗ് ചെയ്തത്. അവരോട് നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കൊടുക്കുന്നു. അതേസമയം നിങ്ങൾക്ക് കുറച്ചുകൂടി സാധനം തരാമെന്ന് പറഞ്ഞ് അടുത്ത ചാനലിന് കൊടുക്കുന്നു. നിങ്ങൾക്ക് മറ്റൊരു സാധനം തരാമെന്ന് പറഞ്ഞ് വേറൊരു ചാനലിന് കൊടുക്കുന്നു. ഇതൊക്കെ വലിയ സെക്കൻഡുകളുടെ വ്യത്യാസമില്ലാതെ പൊട്ടിക്കുന്നു. ആ പൊട്ടിക്കുന്ന വാർത്തകൾക്കൊക്കെ ഒരു ഏകീകൃത ഭാവം, അതിൻ്റെ ഭാഷ പോലും ഒന്ന്, അതിൻ്റെ വരികൾ പോലും ഒന്ന്. അപ്പോൾ ഇതൊരു ആസൂത്രിത നീക്കമായിരുന്നു എന്ന് വ്യക്തം. എന്നാൽ മാധ്യമങ്ങൾ ഇതിൽ പരാജയപ്പെട്ടു പോയി. എങ്ങനെയാണ്? ആദ്യ ദിവസം കേരളം ഇളക്കി ഒരു ഭൂകമ്പം പോലെ അവർ അവതരിപ്പിക്കാൻ ശ്രമിച്ച ഈ വാർത്ത പിറ്റേ ദിവസം ഇവിടെ, 3-ാം ദിവസം അതിൻ്റെ ഒരക്ഷരം പോലും ബാക്കിയില്ല. 3-ാം ദിവസം ഇതേ മാധ്യമങ്ങളുടെ നേരെ, ഇതേ മാപ്രകൾക്ക് നേരെ തിരിച്ചടിക്കുന്ന പൊതുജനത്തെ നമ്മൾ കാണുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ഈ ഗർഭക്കേസ് ചുമന്നവരെ പരിഹസിക്കുന്നവരെ നമ്മൾ കാണുന്നത്. പിന്നീട് എന്താ സംഭവിക്കുന്നത്? 2-ാം ദിവസം മാധ്യമങ്ങൾക്ക് വാർത്തയില്ല. മാധ്യമങ്ങൾക്ക് ഇപ്പോൾ അവിടെ കളത്തിലിറങ്ങുന്ന PP ദിവ്യമാരാണ്.
പി ദിവ്യ പറഞ്ഞത് പഴയ ചില കമൻറ്റുകളുടെ അടിസ്ഥാനത്തിലാണ്. പണ്ട് നമുക്കറിയാം ഒരു സിനിമാ നടി അനുശ്രീയെ ചേർത്ത് പിടിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോട്ടോ. ഇപ്പോൾ സിനിമാ നടിമാരൊക്കെ അവർക്ക് ഇപ്പോൾ ഒരാളെ ഹഗ് ചെയ്യണമെങ്കിലൊന്നും അവർക്കൊന്നും മടിയില്ല. നമ്മൾ ജീവിക്കുന്ന മറ്റൊരു ലോകത്തിലല്ലേ. ഇപ്പം ഒരു സ്ത്രീ ഒരു പുരുഷനെ ഹഗ് ചെയ്തെന്നും കൊണ്ടോ ഒരു സ്ത്രീ ഒരു പുരുഷനൊപ്പം നടന്നെന്നും കൊണ്ടോ എന്താ പ്രശ്നമുള്ളത്? അവർക്ക് പ്രശ്നമില്ല, പിന്നെ സമൂഹത്തിനാണോ? അപ്പോൾ അങ്ങനെ വ്യക്തിപരമായ അനുശ്രീ എന്ന നടിയെ ആക്ഷേപിക്കുന്നു. സീമാജി നായർക്ക് കേരളത്തിൻ്റെ ജനങ്ങളുടെ മനസ്സിലൊരു സ്ഥാനമുണ്ട്. അവർ ഒരുപാട് ചാരിറ്റിയൊക്കെ ചെയ്യുന്ന പൊതുപ്രവർത്തന രംഗത്ത് ഇടപെടുന്ന ഒരു നല്ല സ്ത്രീയാണ്. അവരെ അധിക്ഷേപിച്ച് ഗോവിന്ദച്ചാമിയോടൊക്കെ ഉപമിക്കുക പി ദിവ്യ. അതും ഉപമിക്കുന്ന ആരാ? പി ദിവ്യ. അതാണ് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ലാത്ത. ഇപ്പോഴും ഒരു വിധവയുടെ കണ്ണീര്, 2 നിരാലംബരായ കുട്ടികളുടെ വേദന, അതിനൊക്കെ കാരണക്കാരിയായത് ഈ പി ദിവ്യയാണ്. അതിന് മറുപടി സീമാജി നായർ അല്ല അടപടലം കൊടുക്കുന്നുണ്ട്. സീമാജി നായർ പറയുന്നത് കറക്റ്റാണ്. നിങ്ങൾ വാക്കുകൾ കൊണ്ട് ഒരാളെ കൊലപ്പെടുത്തിയ വ്യക്തിയാണ്. അപ്പോൾ വാക്കുകൾ കൊണ്ട് ഒരു കുടുംബം ഇല്ലാതാക്കിയ പി ദിവ്യ തൊട്ടിപ്പുറത്തൊരു ഗർഭക്കേസിന് വേണ്ടി വാദിക്കുമ്പോൾ ഗർഭക്കേസിൻ്റെ പേരിൽ ഒരു സ്ത്രീ സമത്വം പ്രസംഗിക്കാൻ അവർക്ക് എന്ത് അധികാരം, എന്ത് അവകാശം? ആ ചോദ്യത്തിന് മുന്നിൽ ഇന്ന് ചൂളിപ്പോയി, പത്തിക്കടിച്ച് വീഴ്ത്തി സീമാജി നായർ. സീമാജി നായരുടെ ആ ഒരു മറുപടി അത് മനോഹരമായിരുന്നു. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഞരമ്പന്മാരുണ്ട്, അവർ കൂട്ടത്തോടെ വന്ന് ആക്രമിക്കും ഇത്തരം വേളകളിലൊക്കെ. പക്ഷെ അതിലൊന്നും ഈ സീമ തളർന്നില്ല. ഏതൊരു പ്രായാധികം ചെന്ന ഒരു മനുഷ്യൻ്റെ കാര്യമൊക്കെ സീമാജി നായർ എഴുതി, അയാളുടെ മ്ലേച്ഛമായ വാക്കുകൾ. പിന്നെ ചില ഞരമ്പന്മാരുടെ കഥകൾ എഴുതിയിട്ടുണ്ട്. അതിലൊരാൾ ചോദിക്കുന്നു, എനിക്കൊരു ഗർഭമുണ്ടോ ഒന്ന് ഏറ്റെടുക്കുമെന്ന് സീമാജി നായരോട്. സീമാജി നായരുടെ ആ മറുപടി വളരെ മനോഹരമാണ്. ഇപ്പോൾ തൽക്കാലം ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭം ചുമന്നോളാം, നീ നിൻ്റെ വീട്ടിൽ പറഞ്ഞാൽ അവിടെ ആരെങ്കിലും കിട്ടുമെന്ന്. പിന്നെ ഈ ഗർഭാവസ്ഥയെക്കുറിച്ച് സീമാജി നായരോട് ചൊറിച്ചിൽ വർത്തമാനം നടത്തുന്ന ചില ഞരമ്പന്മാർ, അവരോടുള്ള മറുപടി കൃത്യമാണ്, നീ നിൻ്റെ വീട്ടിൽ ചോദിക്കുക, ഇതെല്ലാം സമാനമായ സാഹചര്യങ്ങളാണെന്ന്. അപ്പോൾ അവർ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ ഇന്നലെ കൊടുത്ത ഒരു ഫേസ്ബുക്ക് ലൈവ്, അതിന് മറുപടിയില്ല. അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ അവരെ അക്ഷരാർത്ഥത്തിൽ പുകഴ്ത്തിക്കൊണ്ടുള്ളതാണ്. മറുവശത്ത് അഡ്വക്കേറ്റ് ദീപ ജോസഫ്, അവരുടെ ഞാൻ ഇന്ന് ആ ഫേസ്ബുക്ക് കുറിപ്പ് വായിച്ചു, എൻ്റെ ഒരു വീഡിയോ ചെയ്യുകയും ചെയ്തു. എത്ര മനോഹരമായിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവരൊരു സ്ത്രീ ശരീരത്തെക്കുറിച്ച്, സ്ത്രീയുടെ ഘടനയെക്കുറിച്ച്, ആൺപെൺ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ആദ്യ ദിവസത്തെ ഒരു ചാറ്റ് ചേർത്ത് വായിക്കേണ്ടത്. എനിക്ക് നിന്നിലൊരു കുഞ്ഞ് വേണം, ഞാൻ നിന്നെ ഗർഭിണിയാക്കാം, ഞാൻ ഒരാഴ്ച അതിനുവേണ്ടി മെനക്കെടാം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു യുവതിയോട് മെസ്സേജ് അയച്ച് പറയുന്നു. ഏതെങ്കിലും തലത്തിൽ അതൊരു പീഡനമായിരുന്നെങ്കിൽ ആ മെസ്സേജ് അയക്കുമ്പോൾ തന്നെ അതിനുള്ള മറുപടി അവിടെ കൊടുക്കണ്ടേ? നീ വേറെ പണി നോക്കാൻ. അവിടെ ഒന്നുമില്ല. ആ മെസ്സേജിൻ്റെ അടിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗർഭിണിയാക്കാൻ വേണ്ടി കാത്തിരിക്കുന്നൊരു യുവതി. അതാണ് ദീപ പറഞ്ഞത്. ആണുങ്ങൾ വിളിക്കും, അത് കേട്ട് നിങ്ങൾ ആണുങ്ങളെ അങ്ങോട്ട് വിളിച്ച് കയറ്റി കട്ടിലിൽ കിടത്തിയാൽ ചറപറ പ്രസവിക്കും, അല്ലെങ്കിൽ ഗർഭിണിയാകും. ഇതാണ് ദീപ ജോസ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് അറിയാമല്ലോ. 28 ദിവസത്തെ ഒരു ആർത്തവ ചക്രം, 5 മുതൽ 8 ദിവസത്തേക്ക് നിങ്ങൾക്ക് ആർത്തവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതിനിടയിലുള്ള ഓവുലേഷൻ പീരീഡ്, ഇതൊക്കെ ഓരോ യുവതിക്കും സ്ത്രീക്കും ധാരണയുള്ളതാണ്. അതുകൊണ്ട് ഏത് കാലഘട്ടത്തിൽ എപ്പോൾ ഏതെങ്കിലുമൊക്കെ ബന്ധങ്ങളിൽ ഏർപ്പെട്ടാൽ കുട്ടികളുണ്ടാവും എന്നതിനെക്കുറിച്ച് സ്ത്രീക്ക് നിശ്ചയമുണ്ട്. അപ്പോൾ കല്യാണത്തിന് മുൻപ് ഗർഭിണിയാകാൻ സമ്മതിച്ചുകൊണ്ടല്ലേ ഒരു സ്ത്രീ ഇത്തരം ബന്ധങ്ങൾക്ക് മുതിരുന്നത്. അപ്പോൾ വിവാഹത്തിന് മുൻപ് ഇത്തരം ബന്ധങ്ങളിലേക്ക് പോകുന്ന സ്ത്രീകൾ എന്തുകൊണ്ട് വിവാഹം കഴിഞ്ഞ് താൻ ഗർഭിണിയായാൽ മതി, കുഞ്ഞു മതി എന്ന് തീരുമാനിക്കുന്നില്ല? എന്നിട്ട് പിന്നെ എന്തിനാണ് മൂങ്ങുന്നത്? അതാണ് ദീപയുടെ ചോദ്യം. അപ്പോൾ ഇത് നമുക്ക് പല തലങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം ചെയ്തത് തെറ്റോ ശരിയോ എന്നത് അയാളുടെ വ്യക്തിപരമായ വ്യക്തി ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരുപാട് നിർവചനങ്ങൾക്ക് കൂടി വിധേയമാകണം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ധാർമ്മികത, സദാചാരം, അതൊന്നും നമുക്ക് പൊതുമണ്ഡലത്തിലിട്ട് അലക്കുമ്പോൾ മറുവശത്ത് ഇത്തരം ചോദ്യങ്ങൾ ഉയർന്നു വരുമെന്ന് മനസ്സിലാക്കണം. ഈ ചോദ്യത്തിനും ഉത്തരം പറയേണ്ടി വരും മറുവശത്ത് ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ. പിന്നെ ഇവിടെ ഏറ്റവും വലിയൊരു സംശയത്തിന് ഇടവരുത്തിയത് ഇപ്പോഴത്തെ ആ ടൈമിംഗാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കത്തി നിൽക്കെ തൊട്ട് മുൻപ് ഇത്തരമൊരു ബോംബ് ബ്ലാസ്റ്റിംഗ് നടത്തി. പക്ഷേ ഈ ബോംബ് ബ്ലാസ്റ്റിങ്ങിൽ മാധ്യമങ്ങൾ ആദ്യ ദിവസം തന്നെ കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ടിയിരുന്നു.
ഈ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്ന പല ചോദ്യങ്ങളും അവർ മുന്നോട്ട് വയ്ക്കേണ്ടിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തെങ്കിൽ അത് കൃത്യമായി മാധ്യമങ്ങളുടെ ഭാഷയിൽ ആക്രമിക്കാൻ ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ ആ തെറ്റ് അതെന്തുകൊണ്ട് തെളിയിക്കപ്പെടുന്നില്ല? ഇപ്പോഴും അജ്ഞാതയായിരിക്കുന്ന യുവതി, ആദ്യ ദിവസം തന്നെ ഒരു പ്രത്യേക വാർത്ത കൂടി നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടു. ആ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നുവെന്ന്. അന്ന് തന്നെ കൊടുക്കുന്നതാണ്, 2 ദിവസം മുമ്പ്. എന്നിട്ട് എവിടെ? ഈ കണ്ടശ ഒരു സീരിയൽ പോലെ ഒരാളുടെ പീഡനകഥകൾ എന്ന പേരിൽ താനുമായി ഉണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് ഇങ്ങനെ വെളിപ്പെടുത്തുന്നത് ശരിയാണോ എന്നാണ് ദീപ ജോസഫ് ചോദിക്കുന്നത്. അഡ്വക്കേറ്റ് സുപ്രീം കോടതിയിലെ അഭിഭാഷകയാണ്. കറക്റ്റാണ് ആ ചോദ്യം. എനിക്കതുപോലെ തന്നെ അതിൽ ഇഷ്ടപ്പെട്ട മറ്റ് ചില ചോദ്യങ്ങളുണ്ട് അവരുടെ. അതിലൊന്ന് ഇത് തന്നെയാണ്, എന്തിനാണ് ഇങ്ങനെ കണ്ടശ ഒരു സീരിയൽ കണക്കെ ഈ ശബ്ദരേഖ കുറേശ്ശെ പുറത്തേക്ക് വിടുന്നത്? ഇതിൽ മറ്റെന്തെങ്കിലും ഇൻറ്റൻഷൻ ഉണ്ടോ? നമ്മൾ ഈ ചോദ്യം ഇന്നലെ മുന്നോട്ട് വച്ചിരുന്നു. എന്താണ് ഇൻറ്റൻഷൻ? ആദ്യം തന്നെ പരാതി ഉണ്ടെങ്കിൽ ആ പരാതി മുഖ്യമന്ത്രിക്കോ DGPക്കോ ആർക്ക് വേണമെങ്കിലും കൊടുത്ത് നിയമപരമായ മാർഗ്ഗങ്ങളിലൂടെ നീങ്ങാമായിരുന്നു. 2, ഈ ശബ്ദരേഖയുടെ കുറേശ്ശെ പാർട്സുകൾ പുറത്തേക്ക് വിടുന്നത് കൊണ്ടുള്ള നേട്ടമെന്ത്? അപ്പോൾ അത് പൊളിഞ്ഞെടുക്കുമ്പോൾ ഇവിടെ മാധ്യമങ്ങളുടെ വിശ്വാസ്യത തകരുന്നത്. ഇവിടെ ഇത് കെട്ടിപ്പടുത്ത് ആഘോഷിച്ച സോഷ്യൽ മീഡിയ സൈബർ വെട്ടുകിളികളുടെ മുഖംമൂടിയാണ് അഴിഞ്ഞു വിടുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ വിഷയത്തെ മറ്റൊരു തലത്തിൽ കാണേണ്ടി വരുന്നത്. ഇപ്പോൾ സീമാജി നായരും അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള ഒരുപാട് സ്ത്രീകൾ രാഹുലിനെ പിന്തുണച്ചുകൊണ്ടൊക്കെ സംസാരിക്കുമ്പോഴും പക്ഷെ പാർട്ടിയിൽ നിന്നുള്ള ചില വനിതാ നേതാക്കൾ വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്തേക്ക് വരുന്നത് ഒരു വലിയ തിരിച്ചടിയായി മാറും. സജന കണ്ടു, ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി. നമുക്കറിയില്ല അവരുടെയൊക്കെ ഒരു ഇതിന് ഗ്രൂപ്പ് പോരിൻ്റെ പേരിലാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താല്പര്യങ്ങളുടെ പേരിലാണോ, അതോ മറ്റെന്തെങ്കിലും ഒരു വൈറലാകാനുള്ള ശ്രമമാണോ? വിമർശനങ്ങൾ ഉയർന്നു വരട്ടെ, കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയർന്നു വരട്ടെ. കോൺഗ്രസ് എപ്പോഴും അവകാശപ്പെടുന്ന അവർ കൂടുതൽ ഉൾപാർട്ടി ജനാധിപത്യമുള്ള പാർട്ടി എന്നാണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഉൾപാർട്ടി ജനാധിപത്യം മാത്രമല്ല, ഉൾപാർട്ടി പോരും കൂടിയാണ്. മറ്റൊരാൾ വളർന്നു കയറുമ്പോൾ അയാളെ വലിച്ച് താഴേക്കിടുന്ന ഒരു ഞണ്ടിൻ്റെ സ്വഭാവം പൊതുവെ ആ പാർട്ടിയിലുണ്ട്. പക്ഷേ പ്രകടമായ ഒരു മാറ്റം നേതൃതലത്തിൽ നമ്മളിപ്പോൾ കാണുന്നു. കാരണം രമേശ് ചെന്നിത്തലയുടെ വളരെ ഷാർപ്പായിട്ടുള്ളൊരു മറുപടി ഞാനിപ്പോൾ കണ്ടു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുതിയ ശബ്ദരേഖയൊന്നും ഞാൻ കേട്ടില്ല, എനിക്കത് കേൾക്കേണ്ട ആവശ്യമില്ല. ഇതാണ്, വളരെ ഷാർപ്പാണ്. അപ്പോൾ ചെന്നിത്തലയുടെ സംഭാഷണത്തിൻ്റെ ശൈലി മാറി. VD സതീശൻ ഇന്നലെ പറഞ്ഞു അതൊക്കെ പാർട്ടി നോക്കിക്കോളും, KPCC അഭിപ്രായം പറയും. കൃത്യമാണ്, പ്രതിപക്ഷ നേതാവിൻ്റെ ശൈലി മാറി. ഇന്ന് K സുധാകരൻ്റെ വളരെ ഷാർപ്പായിട്ടുള്ള ഉത്തരം അത് കോൺഗ്രസ് പ്രവർത്തകരെ ഭയങ്കര ആവേശഭരിതരാക്കുന്നു. സുധാകരൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണ്, രാഹുലിന് എന്തെങ്കിലും തെറ്റുപറ്റിയോ എന്നറിയാൻ ഞാനൊരു പരിശോധന നടത്തിയിരുന്നു, പക്ഷേ ഇക്കാര്യത്തിൽ രാഹുൽ തീർത്തും നിരപരാധിയാണ്. ആദ്യമായാണ് കോൺഗ്രസ് ഒരു KPCC അധ്യക്ഷ സ്ഥാനത്തിരുന്ന ഒരാൾ ഇത്ര പരസ്യമായി രാഹുലിനെ പിന്തുണയ്ക്കുന്നത്. പാർട്ടിക്കൊരു അസറ്റാണ് രാഹുലിൻ്റെ പ്രസംഗങ്ങൾ, അത് പാർട്ടിക്ക് അസറ്റാണ്. വളരെ പോസിറ്റീവ് വൈബിലാണ് ഇന്ന് സുധാകരൻ്റെ കമൻറ്റുകൾ. പക്ഷേ സുധാകരൻ ഇത്തരത്തിലൊരു അനുകൂല നിലപാട് സ്വീകരിച്ചപ്പോൾ തൊട്ടടുത്ത നിമിഷം തന്നെ K മുരളീധരൻ രംഗത്തേക്ക് വന്നു നിന്ന് പറഞ്ഞത് പാർട്ടി യോഗങ്ങളിൽ രാഹുൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല, പാർട്ടിക്ക് വോട്ട് പിടിക്കാൻ വേണമെങ്കിൽ ഇറങ്ങിക്കൊള്ളൂ എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഈ കോൺഗ്രസ് പ്രവർത്തകർക്ക് മുരളീധരനെ ഇഷ്ടമാണ്. പക്ഷേ മുരളീധരൻ എപ്പോഴും തൻ്റെ സ്പേസ് ഉറപ്പിക്കുന്നത് എല്ലാ നേതാക്കൾക്കും ഘടകവിരുദ്ധമായ പ്രസ്താവനകൾ നടത്തിയാണ്. നമുക്ക് ആദ്യം മുതലുള്ള മുരളീധരൻ്റെ ചരിത്രം കഴിഞ്ഞാൽ അത് മനസ്സിലാവും. മുരളീധരൻ ഒരു വിമത ശബ്ദമുയർത്തി പാർട്ടിയിൽ തൻ്റെ സ്ഥാനം ഉറപ്പിച്ചു നിർത്താൻ എല്ലാ കാലത്തും ശ്രമിക്കും. അതിന് തെരഞ്ഞെടുപ്പ് വേളയിലായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഒരു ഇലക്ഷന് മുൻപായാലും ഇലക്ഷൻ തോറ്റു കഴിഞ്ഞായാലും മുരളീധരൻ്റേതായ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എപ്പോഴും രേഖപ്പെടുത്തും. അതുപോലെ തന്നെ ഇപ്പോൾ രാഹുലിൻ്റെ കാര്യത്തിലും മുരളീധരൻ ഒരു അഭിപ്രായം പറയുന്നു. പക്ഷേ മുരളീധരൻ്റെ അഭിപ്രായത്തിന് ഇത്തരം അഭിപ്രായങ്ങൾക്ക് വലിയൊരു പ്രാധാന്യമൊന്നും കോൺഗ്രസ് കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല. മുരളീധരൻ ഇത്തരത്തിൽ ഒരു നിലപാടെടുക്കുമ്പോൾ അതിനെ മറ്റൊരു രീതിയിൽ ചർച്ചയാക്കുന്നുണ്ട്. കാരണം പത്മജ വേണുഗോപാലിനെതിരെ വലിയൊരു വിമർശനം നടത്തിയ ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പൊളിറ്റിക്കലി തന്തയില്ലാത്തവൾ എന്നറിയപ്പെടും എന്നുള്ള പത്മജ ഇന്നലെ വളരെ കീറി വലിച്ച ഭിത്തിയിലൊട്ടിക്കുന്നൊരു ഫേസ്ബുക്ക് കുറിപ്പ് ഇട്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിനൊന്നും വലിയ പ്രാധാന്യം കിട്ടുന്നില്ല. ഈ രാഹുലിൻ്റെ ഫേസ്ബുക്കിലൊന്ന് പോയി നോക്കി എത്ര ലൈക്കും ഷെയറും. ഇപ്പോഴും ഈ രാഹുലിനെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കേരളത്തിലെ ഭരണത്തലവനെതിരെ ഇത്ര ആർജവത്തോടെ സംസാരിക്കുന്ന മറ്റൊരു കോൺഗ്രസ് നേതാവിനെ കാണാനില്ല. ആ ഒരു സ്പേസാണ് ഇപ്പോഴും രാഹുലിനുള്ളത്. ആ സ്പേസിലേക്ക് മുരളീധരനൊക്കെ വളർന്നു വരട്ടെ. മുരളീധരൻ സ്വന്തം പാർട്ടിയിലെ ആളുകളെ ഇങ്ങനെ പുകയ്ക്കാതെ
ഒരു പ്രതിപക്ഷത്തിൻ്റെ റോൾ വഹിക്കട്ടെ മുഖ്യമന്ത്രിക്കെതിരെ. ഈ പ്രതിപക്ഷം എവിടെയാണ് ഒരു അഴിമതി ആരോപണം ഈ സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്? എന്തുകൊണ്ടാണ് പ്രതിപക്ഷ ആർജവത്തോടെ ഈ സർക്കാരിനെതിരെ ഇപ്പോൾ സമര പരിപാടികൾ നടത്താത്തത്? എന്തോ ഒരു അനുഗ്രഹം പോലെ ഓരോ ഇലക്ഷനിൽ ഭാഗ്യം കൊണ്ട് ചിലപ്പോൾ കയറി വന്നു, അല്ലെങ്കിൽ വന്നില്ല. ആ ഒരു മൂഡിലാണ് ഇപ്പോൾ പ്രതിപക്ഷം പോകുന്നത്. ഇതൊന്നും പോരാ. ഇന്ന് ദേശാഭിമാനിയിൽ ഒരു വലിയ കോളം വാർത്ത തന്നെ ഉണ്ടായിരുന്നു. അതായത് തെരഞ്ഞെടുപ്പിലാകെ നിറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ, സംരക്ഷണം ഒരുക്കാൻ KC വേണുഗോപാലും ഷാഫി പറമ്പിലും എന്നുള്ള ഒരു തരത്തിൽ. പക്ഷെ ആ പത്രത്തിൽ എവിടെയും ശബരിമലയെക്കുറിച്ച് വലിയ വ്യക്തമായിട്ടുള്ള വാർത്തകളൊന്നുമില്ല. ശബരിമല ബോംബ് വീണ എല്ലാം തകർന്ന് പാർട്ടി ഓഫീസിലൊക്കെ നിലവിളി മാത്രമേ ഉള്ളൂ. ബങ്കറൊന്നുമില്ല, ബങ്കറെല്ലാം തകർന്നു. അതിനിടയിലാണ് ഒരു ഗർഭവും പിടിച്ചുകൊണ്ട് ഓടുന്നത്. വല്ലാത്ത കാഴ്ച തന്നെ. പക്ഷേ ഇത്രയൊക്കെയും അനുകൂലമായ ഒരു സാഹചര്യം, എന്തായാലും രാഹുൽ വിഷയം അതൊരു വലിയ വിഷയമല്ല, ജനങ്ങൾ അത് ഏറ്റെടുക്കില്ല എന്നുള്ളത് നമുക്കിപ്പോഴത്തെ ഒരു ട്രെൻഡിൽ നിന്ന് അല്ലെങ്കിൽ തെളിവ് വരട്ടെ, അല്ലെങ്കിൽ ഈ രാഹുലിനെ കുരുക്കാൻ ഭാഗത്തിൽ ഒരു യുവതികളുടെ പരാതി വരട്ടെ. ഇതൊന്നുമില്ല. ഇനിയിപ്പോൾ പരാതി വന്നാൽ പോലും അതിനെ വലിച്ചു കയറും ആൾക്കാർ. കാരണം ഇതെന്നെ കണ്ടശ പരാതിയോ. പക്ഷെ അത്തരം ഒരു അനുകൂല സാഹചര്യം ഉണ്ടായി നിൽക്കുമ്പോഴും ഈ ശബരിമല വിഷയം CPM-നെ വലിയ രീതിയിൽ ഒരു വിമർശനത്തിന്റെ മുൾമുനയിൽ നിർത്തുമ്പോഴും ഈ സർക്കാർ തുടരെ അവരുടെ ചില വികസന പരിപാടികളുടെ കാര്യങ്ങൾ അതിശക്തമായി ഉയർത്തിക്കൊണ്ടുവരികയും അതിൽ ഫോക്കസ് ചെയ്യുകയും ചെയ്യുമ്പോൾ വീണ്ടും ഒരു അധികാരം അത് ഈ CPM-ലേക്ക് തന്നെ എത്തുകയാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അല്ല, ഇതൊക്കെ കോൺഗ്രസ്സുകാർ കണ്ണു തുറന്ന് കാണണം. ഈ വാർഡ് തലത്തിൽ വലിയ പ്രവർത്തനങ്ങൾ LDF ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് CPM. അവരുടെ കയ്യിൽ പൈസയുണ്ട്. 2 ടേമായിട്ട് കേരളം ഭരിക്കുക. ഏതെങ്കിലും തരത്തിൽ ഗുണഭോക്താക്കളാണ് മിക്ക വാർഡുകളിലെ ഒട്ടുമുക്കാൽ ജനങ്ങളും. എന്ന് മാത്രമല്ല, വളരെ ഒരു പാർട്ടി പ്രവർത്തകർക്ക് കർശന നിർദ്ദേശം കൊടുത്തതനുസരിച്ച് മരണ വീടുകളിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ ആശുപത്രി ഇത്തരം കാര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് അവിടെയൊക്കെ സഹായവുമായി എത്തുന്ന CPM പ്രവർത്തകരുണ്ട്. പിന്നെ ഈ ക്ഷേമ പദ്ധതികളുടെ തുക എത്തിക്കുന്നത്, അവരെ ക്ഷേമ പദ്ധതികളിൽ ചേർക്കുന്നത്, വലിയ ഗ്രാസ് റൂട്ട് ലെവൽ വർക്ക് ചെയ്താണ് CPM മുന്നോട്ട് പോകുന്നത്. വളരെ കേഡർ നേച്ചറുള്ള. നമുക്കതിനെ മറുവശത്ത് സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചൊക്കെ സംസാരിക്കുമെങ്കിലും ഈ ഫാക്ടർ കാണാതെ പോകരുത്. കാരണം എത്ര പേരുണ്ട് ഈ യൂട്യൂബിലെ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ ജീവിക്കുന്നവർ, അല്ലെങ്കിൽ എത്ര പേരുണ്ട് പത്രം വായിക്കുന്നവർ? കേരളത്തിലെ ടോട്ടൽ വോട്ടർമാരിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഒരു 20-25% കൂടുതൽ ഇത്ര വലിയ വാർത്തയ്ക്കൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. പക്ഷെ അവരിലേക്ക് എത്തുന്ന എന്തെങ്കിലുമൊക്കെ ക്ഷേമ പ്രവർത്തനങ്ങൾ, ഡയറക്റ്റ് അവർക്ക് കിട്ടുന്ന പണം, അവർക്ക് കിട്ടുന്ന ഫ്ലെക്സ്, ഇതൊക്കെ അവരുടെ വോട്ടിങ്ങിനെ സ്വാധീനിക്കും. അതുകൊണ്ട് കോൺഗ്രസ് കുറച്ചുകൂടി ഉണർന്ന് പ്രവർത്തിക്കണം, ഇല്ലെങ്കിൽ എളുപ്പമല്ല. ചില മണ്ടത്തരങ്ങൾ ഈ അടുത്ത് കോൺഗ്രസിലെ പല നേതാക്കളിൽ നിന്നും പുറത്തേക്ക് വന്നു. പ്രത്യേകിച്ച് സർക്കാർ അവരുടെ ഈ അവസാന നിമിഷം വലിയൊരു വികസനത്തിന്റെ കഥ പുറത്തേക്ക് വിട്ടപ്പോൾ, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച ഒരു ഇത് പറഞ്ഞപ്പോഴത്തേക്ക്, അത് പ്രഖ്യാപനം നടത്തിയപ്പോഴത്തേക്ക് കൊടിക്കുന്നിൽ സുരേഷൊക്കെ പറഞ്ഞ ഒരു പ്രതികരണമുണ്ട്. ഇവർ ഈ ടൈം കഴിഞ്ഞ് ഇവർ ഇറങ്ങിപ്പോകും, അടുത്തത് കയറാൻ വരുന്നത് ഞങ്ങളാണ്, ഞങ്ങൾ ഇവിടുന്ന് എടുത്തിട്ട് ഈ പൈസ കൊടുക്കും എന്നുള്ളൊരു ചോദ്യം വരുന്നു. അതാണ് കോൺഗ്രസിൻ്റെ കുഴപ്പം. ഇതിൻ്റെ അകത്ത് എന്ത് അഭിപ്രായ പ്രകടനം നടത്തണം, പാർട്ടി എന്ത് പ്രസ്താവന പുറത്തേക്ക് നൽകണം എന്ന കാര്യത്തിൽ യാതൊരുവിധ കൂടിയാലോചനകളുമില്ല. അതിനൊന്നും ഒരു കേഡർ സ്വഭാവമില്ല. ഒരാൾക്കൂട്ടം മാത്രമാണല്ലോ കോൺഗ്രസ് പാർട്ടി. അതിൻ്റെ തിക്തഫലങ്ങൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലും അതാണ് കോൺഗ്രസ്സിന് ഒരു ശാപമായി വന്നിരിക്കുന്നത്. ഒരു കേഡർ തലത്തിലല്ല പാർട്ടി പ്രവർത്തിക്കുന്നത്, ഒരാൾക്കൂട്ടം മാത്രമാണ്. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ആ പാർട്ടിയിലെ ആർക്ക് നേരെയും കല്ലെറിയാം. എന്തായാലും രാഹുൽ വിഷയത്തിൽ അതൊരു വിഷയമായി പോലും പരിഗണിക്കാൻ കേരള സമൂഹം ഒരുക്കമല്ല എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. കാരണം എത്രയോ കാലങ്ങളായി ഈ ഗർഭക്കേസുകളും, അതും പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോൾ പെണ്ണ് കേസുകൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ആ ഒരു ട്രെൻഡിനൊപ്പം നീങ്ങാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്ന് ജനങ്ങൾ ഈ രാഹുൽ വിഷയത്തിലൂടെ എന്തായാലും തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ശബരിമല മുക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇനി സർക്കാരിനും അല്ലെങ്കിൽ CPM-നും മറ്റൊരു വിവാദം കണ്ടെത്തേണ്ട സാഹചര്യമാണ്. എങ്കിലും എപ്പോഴും പറയുന്നത് പോലെ തന്നെ പറയട്ടെ, രാഹുൽ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം, അതിലൊരു സംശയവുമില്ല. അതിൽ ശക്തമായ ഒരു അന്വേഷണമാണ് ആവശ്യം. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം. നന്ദി, നമസ്കാരം.